ഹായ് ഡേയ്സ്, ഞാൻ ഫാറൂഖ്. ഇന്ന് നല്ലൊരു അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പക്കടുത്ത് ചെറുകുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ഹോമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും മറക്കരുത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വീടൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇൻട്രോയിൽ വന്ന ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഡിസ്റ്റർബ് ആയതിന് സോറി പറയണു. മലപ്പുറം ജില്ലയിലെ ചെറുകുളമ്പിൽ 2360 സ്ക്വയർ ഫീറ്റിലുള്ള അബുട്ടിക്കയുടെ വീടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. താന്തൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്താണ് മുറ്റത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മുറ്റത്തിന്റെ സൈഡിലായിട്ട് ഈന്തപ്പന മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വീടിന്റെ പ്രൗഢി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിന്റെ മുകൾ ഭാഗവും ഗേറ്റും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മെറ്റലിലാണ്. റിനോവേഷൻ ചെയ്തെടുത്ത ഈ വീടിന് 50 ലക്ഷത്തോളമാണ് ഏകദേശം ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. 12 സെന്റ് പ്ലോട്ടിലാണ് ഫ്യൂഷൻ ടൈപ്പിൽ നിർമ്മിച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഓറ ബിൽഡേഴ്സ് ചാപ്പനങ്ങാടിയാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓറ ബിൽഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. വീട് പണി നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുക്കാവുന്നതാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിൽ ഫ്ലാറ്റ് റൂഫിംഗിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വിൻഡോസിനെല്ലാം തന്നെ പ്ലെയിൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ടേജിൽ വരുന്ന എല്ലാ വിൻഡോസും സ്ലൈഡിംഗ് ഗ്ലാസോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ GI പൈപ്പിൽ സ്ക്വയർ ട്യൂബ് വെർട്ടിക്കലായിട്ട് മാത്രം കൊടുത്തിട്ടാണ് ഫ്രണ്ടേജിൽ വരുന്ന വിൻഡോസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ടീക്ക് വുഡും ഇരുളും UPVC ആണ് വിൻഡോസിന്റെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുറ്റത്തെ ഈന്തപ്പന മരങ്ങളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇനി നമുക്ക് വീടിന്റെ അകത്തളത്തേക്ക് കിടക്കാം. 150 സ്ക്വയർ ഫീറ്റിൽ സ്ക്വയർ ടൈപ്പിൽ വരുന്ന വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് വീടിനൊരുക്കിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ 2 സൈഡിലായിട്ട് സ്ക്വയർ ടൈപ്പിൽ വരുന്ന 2 പില്ലേഴ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പില്ലേഴ്സിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അരയിലിയ പ്ലാന്റ്സ് 2 സൈഡിലായിട്ടും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. യാർഡിൽ നിന്ന് 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കാം. മോർവാഡ് വൈറ്റ് സ്റ്റോൺ ആണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ 2 സൈഡിലും ചെയർസ് എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തേക്കിൽ നിർമ്മിച്ച വളരെ നീറ്റായിരിക്കുന്ന ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് വീടിനകത്തേക്ക് കിടക്കാം. കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചയാണ് വീടിനകത്തളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 270 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയയിൽ GI പൈപ്പ് ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമാക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് സോഫ കാണാം. L ഷേപ്പിൽ റെക്സിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സോഫ നിർമ്മിച്ചിരിക്കുന്നത്. ജിപ്സം ആൻഡ് ടീക്ക് വുഡ് പാനൽ യൂസ് ചെയ്ത് മനോഹരമാക്കിയ സീലിംഗ് വർക്കും നമുക്ക് ഇവിടെ കാണാം. കൂടാതെ ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വുഡിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു ആട്ടുകട്ടിലും കൂടെ കൊടുത്ത് ഈ ഒരു ലിവിംഗ് ഏരിയയെ പ്രൗഢ മനോഹരമാക്കി. ലിവിംഗ് ഏരിയയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കാം. ഡൈനിങ് ഏരിയയുടെ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് പാനൽ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 175 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. മഹാഗണി വുഡ് വിത്ത് വൈറ്റ് ഗ്ലാസ്സിലാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 സൈഡിലായിട്ട് 8 സീറ്റ് അറേഞ്ച്മെന്റോട് കൂടിയാണ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടേബിളിന്റെ മുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഹാങ്ങിങ് ലാമ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്ലാസ്റ്ററിംഗ് ഗ്രൂവ് ഡിസൈൻ. സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കസേരകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിന്റെ 2 സൈഡിലായിട്ടും ZZ പ്ലാന്റ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിന് നോക്കാം. ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഈ ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ക്ലാഡിംഗ് കൊടുത്ത് ഈ ഒരു വാഷിംഗ് ഏരിയയുടെ വാളിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ മിററിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. സെൻസർ ലൈറ്റിലാണ് ഈ ഒരു മിറർ വർക്ക് ചെയ്യുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്ത് വാഷിംഗ് ഏരിയ മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്.
വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന രൂപത്തിലാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 200 സ്ക്വയർ ഫീറ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ക്രീം വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലാണ് ഈ റൂമിൻ്റെ കളർ ടോൺ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജിപ്സം വർക്കിൽ മനോഹരമാക്കിയിരിക്കുന്ന സീലിംഗും നമുക്കിവിടെ കാണാം. ഈ റൂമിൽ ഒരു ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഫാമിലി കോട്ടിൻ്റെ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത് പ്ലേ വിത്ത് മൈക്കിലാണ്. കൂടാതെ ഈ റൂമിൽ ഒരു കോർണറിലായിട്ട് 2 സിറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടെയുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറോട് കൂടെ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന രൂപത്തിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ്സിലാണ് ഈ ഒരു ബാത്റൂം ഡോർ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. വൈറ്റ് കൗണ്ടറുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഈ ഒരു വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലുക്ക് ഇവിടെ ചെയ്തത് കൊണ്ട് തന്നെ ഒരു ലക്ഷറിയസ് ഫീലിംഗ് നമുക്ക് ഈ ഒരു ടോയ്ലറ്റിൽ കിട്ടുന്നുണ്ട്. വാഷിംഗ് ഏരിയ വഴിയാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ക്രീം ആൻഡ് ബ്ലാക്ക് ഡിസൈനിലാണ് ഇവിടുത്തെ ടൈല് കൊടുത്തിരിക്കുന്നത്. 2.8 വരുന്ന ബിഗ് സ്ലാബ് ടൈലാണ് വോൾ ടൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2.2 വരുന്ന ടൈലാണ് 4 ടൈലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോക്സി ചെയ്താണ് ടൈൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രൂപത്തിലാണ് രണ്ടാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടലി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അപ്സ്റ്റെയറിലും 2 ബെഡ്റൂംസ് വരുന്ന രീതിയിലാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെയും കളർ തീം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ക്രീം വൈറ്റ് ആൻഡ് ഗ്രീനിലാണ് ഈ ഒരു കളർ തീമും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് മോർവാൾ വൈറ്റ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഹെഡ് ബോർഡിൻ്റെ സൈഡിലായിട്ട് 4 കള്ളിയിൽ വരുന്ന ഒരു ജനലും മറു സൈഡിലായിട്ട് 2 കള്ളിയിൽ വരുന്ന മറ്റൊരു ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. 130 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടലി ഈ ഒരു റൂമിൻ്റെ ഏരിയ വരുന്നത്. ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന രൂപത്തിലാണ് പ്രെയർ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പ്രെയർ ഹാൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 130 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രെയർ ഹാളിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ കോർണറിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂമിൻ്റെ മുകൾ സൈഡിലൊക്കെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രെയർ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് അബ്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രെയർ ഹാളിൽ ഒരു ബാത്റൂം കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ആണ് ഈ അബ്ലൂഷൻ. അപ്പോൾ ആരെങ്കിലും പുതിയ വീട് വെക്കാനും നല്ല പ്രെയർ ഹാൾ സെറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാത്റൂം കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏരിയ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രെയർ ഹാളിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കടക്കാം. വളരെ സ്പെഷ്യാലിറ്റിയോട് കൂടിയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്ക് വിത്ത് വുഡിലാണ്. അതുപോലെ തന്നെ സ്റ്റെയർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് ഗ്ലാസ്സിലാണ്. ഒരു സൈഡിൽ വുഡ് പാനലിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. മറു സൈഡിലായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കിൽ പർഗോളാസും ചെയ്തു. കൂടാതെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. സ്റ്റെയറിൻ്റെ ടോപ്പ് റൂഫിലായിട്ട് ഒരുപാട് ഹാങ്ങിങ് ലാമ്പുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് തന്നെ ടീക്ക് വുഡ് പാനൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറെ കടന്ന് ഇതാ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് എത്തുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ 200 സ്ക്വയർ ഫീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ വരുന്ന റെക്സിൻ സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീലിങ്ങിലും ഈ വാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ടീക്ക് വുഡ് പാനലിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു വാളിൽ TV യൂണിറ്റിനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണത്. കുട്ടികൾക്ക് ഒരു കിഡ്സ് ബെഡ്റൂം എന്നൊരു ലക്ഷ്യത്തോടു കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന 2 കുട്ടികൾക്ക് കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ 2 സിംഗിൾ കോട്ടുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിലുള്ള 2 ബെഡ്റൂമുകൾ ഒരുമിച്ച് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെഡ്റൂം കംപ്ലീറ്റ് ഒന്ന് കണ്ടു നോക്കാം.
270 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഈ ഒരു ബെഡ്റൂമിന്റെ ഏരിയ വരുന്നത്. 2 കള്ളിയിലും 3 കള്ളിയിലുമായിട്ട് വരുന്ന 5 വിൻഡോസ് ടോട്ടൽ ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ ഒരു റൂമിലേക്ക് കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രീം വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ഈ ഒരു റൂമിന്റെ കംപ്ലീറ്റ് കളർ തീം സെലക്ട് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന സെയിം ഡോറിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിൾ കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാളിൽ 2 സൈഡിലേക്കും ആ ഒരു ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ സീലിംഗിൽ വളരെ പ്ലെയിൻ ആയിട്ട് ലൈറ്റ്സ് മാത്രം അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടുത്തെ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ കർട്ടൻസ് ഉണ്ടല്ലോ, ഫ്രണ്ടേജിൽ വരുന്ന എല്ലാ കർട്ടൻസും ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കിൽ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ് ആണ് അതുപോലെ വിൻഡോസിന് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോറിലാണ് വിൻഡോസ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം റൂമിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. വീടിൻ്റെ കംപ്ലീറ്റ് പ്ലാനെല്ലാം വീഡിയോക്ക് അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ പ്ലാൻ യൂസ് ചെയ്യാം. അതുപോലെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനും സെയിം കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് വിത്ത് മൈക്ക് യൂസ് ചെയ്ത് ഹെഡ് ബോർഡോട് കൂടിയാണ് ഇവിടുത്തെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിഡ്സ് ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകതയും സെയിം ആണ്. ഒരുപാട് വിൻഡോസുകൾ കൊടുത്തിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രസ്സിംഗ് ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയറിൽ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് 2x2 വരുന്ന നാനോ വൈറ്റ് ടൈലാണ്. അപ്പോക്സി ചെയ്തിട്ടാണ് ഈ ടൈലെല്ലാം ഇവിടെ ഫിക്സ് ആക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. എല്ലാ ബാത്റൂം ഡോർസും തന്നെ ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാത്റൂമിൻ്റെ കളർ ടൈലുകളും തന്നെ വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. ഏകദേശം എല്ലാം 4 ബാത്റൂം ടൈലുകളും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിലൂടെ നമ്മുടെ സിറ്റ് ഔട്ട് ബാൽക്കണി ഒന്ന് കണ്ടിട്ട് വരാം. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയിലായിട്ട് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ബാൽക്കണി നിന്ന് നമ്മൾ കിടക്കുന്നത്. ആ ഒരു സൈഡിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസും ഇൻഡസ്ട്രിയൽ വർക്കും കൂടെ കൊടുത്തിട്ടാണ് അവിടെ സൈഡെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്പേസിൽ നിന്ന് ബാൽക്കണിയിലേക്ക് കടക്കാൻ ഇതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കിൽ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. 157 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈവനിങ് ടൈമും നൈറ്റ് ടൈമും ഒക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഈവനിങ് സിറ്റിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിൽ നിന്നുകൊണ്ട് നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടുവരാം. ഈ ഓപ്പൺ സ്പേസിൽ നിന്ന് ഇൻഡസ്ട്രിയൽ വർക്കിൽ തീർത്ത 2 സ്റ്റെപ്പുകൾ കടന്നുകൊണ്ട് നമ്മൾ ബാൽക്കണിയിലേക്ക് കടക്കുമ്പോൾ ഈ ബാൽക്കണിയുടെ ഏരിയ എന്ന് പറയുന്നത് 80 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടുത്തെ ഡോറെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലാണ്. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാൻ ഇവിടെ ബാക്കിയുള്ളത് ഇവിടുത്തെ ബാക്ക് സ്പേസ് ആണ്. വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ബാക്ക് സ്പേസ്. അത് ഡ്രസ് വർക്കെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. 430 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നത്.
ഫ്ലോറിലെല്ലാം ടൈൽ വർക്ക് ചെയ്ത് സൈഡിൽ നെറ്റെല്ലാം കൊടുത്ത് ഈ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്സ്റ്റെയറിലെ കംപ്ലീറ്റ് വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. വീടിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോക്ക് അവസാനത്തിൽ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്കിവിടെ കാണാൻ ബാക്കി വെച്ചിരിക്കുന്നത് കിച്ചണാണ്. മനോഹരമായിട്ട് തീർത്തിരിക്കുന്ന ഇവിടുത്തെ കിച്ചൻ്റെ മുഴുവൻ വിശേഷങ്ങളും നമ്മൾ ഒരു ഡീറ്റെയിൽഡ് കിച്ചൺ വീഡിയോ തന്നെ, കിച്ചൺ ടൂർ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കണ്ട. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആ ഒരു കിച്ചൺ ടൂർ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ അത് യൂസ് ചെയ്ത് കണ്ടു നോക്കുക. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്തിയാണ് ഈ വീഡിയോ, പിന്നെയും നമ്മുടെ ഒരുപാട് ലെങ്തി ആയി പോകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മറക്കണ്ട കേട്ടോ കിച്ചൺ ടൂർ കാണാൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അബുട്ടിക്കയുടെ മനോഹരമായ ഭവനം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും തുടർന്നുള്ള നമ്മുടെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ അംഗമാവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.